കെപിസിസി ഡിസിസി പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടാൻ നേതൃത്വം. മുൻ അധ്യക്ഷന്മാരുമായി സണ്ണി ജോസഫ് ചർച്ച നടത്തും. പട്ടിക വേഗത്തിൽ തയ്യാറാക്കണമെന്നും മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി തീരുമാനം എടുക്കണമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പുനഃസംഘടന ദോഷം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുടെ തീരുമാനം കൂടി കേൾക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലേ? അരിയ KPCC DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച ഇടക്കാലത്ത് നിന്നതാണ്. ഇപ്പോൾ അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ളവരുമായി കൂടിയാലോചനകൾ നടത്തുന്നു. അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും KPCC DCC പുനഃസംഘടന പൂർത്തിയാക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ചില നേതാക്കൾ MP-മാരടക്കം ഇപ്പോൾ തിരക്കിട്ട് പുനഃസംഘടന വേണ്ടതില്ല, പുനഃസംഘടന നടത്തിയാൽ ചില ഭിന്നതകളുണ്ടാകും, ആ ഭിന്നത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഭാഗികമായി പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചനയും നേതൃത്വത്തിനുണ്ട്. പക്ഷേ പുനഃസംഘടന പൂർണ്ണമായിരിക്കണമെന്ന് AICCയുടെ നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി ആലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനു ശേഷം മാത്രമേ പുനഃസംഘടന ഉണ്ടാകൂ. നിലവിൽ DCC അധ്യക്ഷന്മാരെ പൂർണ്ണമായും മാറ്റുകയാണെങ്കിൽ തൃശൂർ DCC അധ്യക്ഷനെ നിലനിർത്തും. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ വിലയിരുത്തപ്പെട്ട 3 DCC അധ്യക്ഷന്മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം നൽകാൻ, മികച്ച സീറ്റുകൾ നൽകാൻ, വിജയിച്ച് കയറി വരാനുള്ള അവസരം നൽകാനുള്ള തീരുമാനവുമുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. KPCCക്ക് ട്രഷറില്ല, ഒപ്പം ഉപാധ്യക്ഷന്മാർ വേണം, സെക്രട്ടറിമാർ വേണം. അങ്ങനെ പ്രധാന തീരുമാനങ്ങളിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് തിരക്കിട്ട ചർച്ചകൾ. മുൻ KPCC അധ്യക്ഷന്മാരായ MM ഹസൻ, K മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തി. അവരുമായി നേരിട്ടുള്ള ചർച്ചകളും സണ്ണി ജോസഫും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരും നടത്തും വരും ദിവസങ്ങളിൽ. ഓഗസ്റ്റ് ആദ്യവാരം അല്ലെങ്കിൽ 2ാം വാരത്തോടെ പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള നീക്കമാണ് KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഓക്കെ, മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഹൈക്കമാൻഡും നിർദ്ദേശിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.